What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Garden channel. Come on. Yes. ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽസ് ഫുൾ മിനിറ്റ്സിനെ നമ്മൾ 2-0 ഗോളിന് തോപ്പിച്ച് നമ്മൾ വേൾഡ് കപ്പ് ഫൈനൽസിലേക്ക് കയറിയിരിക്കുകയാണ്. ഫാന്റാസ്റ്റിക് റിസൾട്ട്. അനദർ അറ്റംപ്റ്റ് ഫോർ അനദർ ട്രോഫി. ഇതോടെ തന്നെ നമ്മൾ ഈ ടൂർണമെന്റിൽ 80 മില്യൺ പൗണ്ടാണ് നമ്മൾ നേടിയിരിക്കുന്ന. മാസീവ് ഫോർ ആ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി വീഡിയോ ക്വാളിറ്റി അപ്പോളജീസ്, ഡയറക്ട്ലി ലാപ്ടോപ്പിൽ നിന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് മാൻ, മാസീവ് റിസൾട്ട്. റിയലി നല്ലൊരു പെർഫോമൻസ്, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് ഈ റിസൾട്ട് വന്നത്. ആൻഡ് ജുവാവോ പെഡ്രോ 55 മില്യൺ ബ്രൈറ്റന് കൊടുത്തത് ഇപ്പോഴെ മുതലാക്കി. ഫസ്റ്റ് ഗെയിം പുള്ളിക്കാരനെ കണ്ടപ്പോൾ വാസ് ഇംപ്രസീവ്. സെക്കൻഡ് ഗെയിം വേറെ ലെവല്, 2 ഗോൾ. ആൻഡ് സ്വാഭാവികം തന്റെ ബോയ്ഹുഡ് ക്ലബാണ് ഫുൾമിനസെ, അപ്പൊ അതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അഗൈൻസ്റ്റ് ഫുൾമിനസെ. അണ്ടർസ്റ്റുഡ്, നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല മച്ചാനെ. 2 ഗോള്, റോക്കറ്റ് 2 ഗോള്. ഒരു സ്ട്രൈക്കറിന്റെ മിസ്സിംഗ് എന്താന്നുള്ളത് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. പുള്ളിക്കാരൻ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ജാക്കി ചാനെ തിരിച്ചു കൊണ്ടുവന്നു. ജാക്കി ചാൻ പിന്നെ സ്വാഭാവികമായിട്ട് ജാക്കി ചാനെ 1-2 പരിപാടികൾ. ഒരു പ്രാവശ്യം ബോൾ വിൻ ചെയ്തു, ഷോട്ട് എവിടെ കൊണ്ടേ കളഞ്ഞു. അതൊരു നല്ലോണം ലേ ഓഫ് ചെയ്യായിരുന്നു കോൾ പാൽമർ, അത് ലേ ഓഫ് ചെയ്തില്ല. പിന്നെ ടിപ്പിക്കൽ ജാക്കി ചാൻ സ്റ്റഫ്. ആൻഡ് അത് 2 കൊല്ലം നമ്മൾ സഹിച്ചിരുന്നിട്ട് ഇത് കാണുമ്പോൾ ഒരു കുളിർമ തോന്നുന്നില്ലേ? കുളിർമ തോന്നുന്നുണ്ടോ? അതേ പറയാനുള്ളൂ. അങ്ങനെ ഗുഡ് പെർഫോമൻസ് ഓവറോൾ. ഗെയിം മൊത്തത്തിൽ നമ്മൾ പ്രൊഫഷണൽ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് വി വർ റിയലി ഗുഡ്. നമ്മുടെ കയ്യിൽ നിന്ന് പാളിച്ചതൊന്ന് സാഞ്ചസിന്റെ ഒരു ചെറിയൊരു ഇൻഡിസിഷൻ. അത് കുക്കുറയുടെ ഗോൾ ലൈൻ ക്ലിയറൻസ് അടിപൊളിയായിരുന്നു. പിന്നെ രണ്ടാമത്തത് ഒരു പെനൽറ്റി കോൾ, അതൊരു പെനൽറ്റി ആയിരുന്നില്ല. പക്ഷെ അതല്ലാണ്ട് അവരങ്ങനെ ഫുൾ മിനിറ്റ്സ് ഓവർലി ത്രെറ്റനിങ് ആയിട്ട് 2 പകുതിയിലും തോന്നിയില്ല. ഈവൻ അവസാന നിമിഷങ്ങളിൽ പോലും അവനെ കാര്യമായിട്ട് ത്രെറ്റൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ അറ്റാക്കിന് ഒരു പറയുന്ന പോലെ ഒരു ബൈറ്റ് ഉണ്ടായില്ല. അവസാന നിമിഷം ഒരു ബൈസൈക്കിൾ കിക്ക് ഒക്കെ കാണാനുണ്ടായിരുന്നെങ്കിലും മൊത്തത്തിൽ നോക്കാൻ നേരത്ത് അവരങ്ങനെ കാര്യമായിട്ട് ത്രെറ്റനിങ് ആയിരുന്നില്ല. നമ്മൾ ആ ഗെയിം മൊത്തത്തിൽ കൺട്രോൾ ചെയ്തു. ഈവൻ കുറച്ച് പൊസിഷൻ ഉണ്ടെങ്കിലും അവരുടെ പൊസിഷനൊക്കെ അവരുടെ പകുതിയിലായിരുന്നു. നമ്മളങ്ങനെ ത്രൂ ബോൾ ഒക്കെ കൊടുത്ത് നമ്മളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യാനുള്ള നടന്നില്ല. ചാലബ ടോസിന്റെ കോമ്പിനേഷൻ നല്ലതായിരുന്നു. ലിവായ് കോൾവിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം, വിൽ വി മാനേജ് റിയലി വെൽ. ദാറ്റ്സ് എ റിസൾട്ട് ഓഫ് എ ടീം സത്യം പറഞ്ഞാൽ ജെല്ലിങ് വെൽ ടുഗദർ. അപ്പോ അതൊരു നല്ല അഡ്വാൻറ്റേജ്. പക്ഷെ അറ്റാക്കിംഗ് ത്രെറ്റ് നമുക്കായിരുന്നു കൂടുതൽ അറ്റാക്കിംഗ് ത്രെറ്റ്, നമുക്കായിരുന്നു കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ കുറച്ചും കൂടെ ഗോൾ കൺവേർട്ട് ചെയ്യാമായിരുന്നു. വി ഡെഫിനറ്റ്ലി മിസ്ഡ് സം ചാൻസസ്. എൻകുങ്കൂര് ഒരു നല്ല ഹെഡർ ഉണ്ടായിരുന്നു. എൻകുങ്കൂര് ഒരു ഷോട്ട്, ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ജാക്സൺ ഈ പറഞ്ഞ ഒരു അവസരം ഉണ്ടായി. കോൾ പാൽമറിന് ഇതുപോലെ ഒരു അവസരമുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് കുറച്ചും കൂടെ ഗോൾ ത്രെറ്റ് പോസിബിൾ ആയിരുന്നു. കുറച്ചും കൂടെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയത് കളി കണ്ടപ്പോഴത്തേക്കും. ആൻഡ് പ്ലേയേഴ്സിനെ കുറിച്ച് പറയാൻ നേരത്തെങ്കിലും റോബ് സാഞ്ചസ് ആ ഒരു മണ്ടത്തരം ഒഴിച്ച് ടിപ്പിക്കൽ റോബ് സാഞ്ചസ് പോലെ തന്നെ അവനെ വെച്ചുകൊണ്ട് ഒരു സീസൺ എന്തായാലും പോകാൻ പറ്റില്ല. വി ഡെഫിനറ്റ്ലി നീഡ് ഗോൾ കീപ്പർ. പുതിയൊരു CB വേണം. പക്ഷെ ഇപ്പോഴത്തെ CB വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. ടോസൻ ചാലബ ഹാഡ് എ ഗുഡ് പെർഫോമൻസ്. ഗുസ്തോ ഹാഡ് എ ഗുഡ് പെർഫോമൻസ്. അവന്റെ ഡിഫൻസീവ് വീക്ക്നെസ് ഉണ്ടെങ്കിലും ഇന്നത്തെ കളിയിൽ അത് എക്സ്പോസ്ഡ് ആയില്ല. കുക്രയ വാസ് എക്സലന്റ്. കൈസഡോ അഗൈൻ എ മിഡ്ഫീൽഡ് ജനറൽ. ചെറിയ കൺസേൺ, അവൻ ഇഞ്ചുറിയിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ഇഞ്ചോർഡായി തിരിച്ചു കയറി. പിന്നെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ 10 ആൾക്കാർ വെച്ചിട്ട് കളിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് വലിയ കൺസേൺ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ സ്കാൻ എടുക്കേണ്ടി വരും. ആൻഡ് ഹോപ്പ്ഫുള്ളി അതൊരു വലിയ ഇഷ്യൂ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് കൈസഡോ വാസ് എക്സലന്റ്. എൻസോ ഫെർണാണ്ടസ് ഐ തിങ്ക് ഒരു പ്രോപ്പർ ബെൻഫിക്ക റോളിലേക്കാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഹി ലുക്ഡ് ഷാർപ്പ്. പെഡ്രോ നെറ്റോ വാസ് പെഡ്രോ മെസ്സി. 3-4 ഡ്രിബിളുകൾ. പക്ഷെ ഫൈനൽ ഔട്ട്പുട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. എൻസോ ഫെർണാണ്ടസിന്റെ ഒരു നല്ല ത്രൂ ബോൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത് ഷോട്ട് അടിച്ചു, അത് കണക്ട് ചെയ്തു. പക്ഷെ അത് ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയതില്ല. അവരുടെ ഡിഫൻഡേഴ്സ് ചെയ്തു. എനിക്കൊരു തിയാഗോ സിൽവ അത് ഇന്റർസെപ്റ്റ് ചെയ്തു. തിയാഗോ സിൽവ 1-2 നല്ല ഇന്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഫസ്റ്റ് ഗോൾ നമ്മൾ നേടിയത് തിയാഗോ സിൽവയുടെ പുവർ ക്ലിയറൻസിലായിരുന്നു. അത് ജോവ പെഡ്രോന് കിട്ടി, റോക്കറ്റ്. പിന്നെ രണ്ടാമതൊരു ബോൾ കിട്ടി, റോക്കറ്റ്. അതിനെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചു, വീണ്ടും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോ പെഡ്രോ നെറ്റോ വാസ് എക്സെപ്ഷണൽ. കോൾ പാൽമർ ഹാഡ് എ ഡീസന്റ് ഗെയിം. സെക്കൻഡ് ഹാഫ് ഗെയിം ഓപ്പൺ ആയപ്പോഴാണ് അവൻ ഇൻവോൾവ് ആയത്. എൻകുങ്കു ലുക്ഡ് റിയലി ഷാർപ്പ്. എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ അവന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടാനുള്ള ശ്രമത്തിലായിരിക്കും, അല്ലെങ്കിൽ മേ ബി ചെൽസി അവന്റെ റോൾ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുന്നുണ്ടാവും. കാരണം ഹി ലുക്ഡ് റിയലി ഷാർപ്പ്. അവൻ ആ ഗോളും കൂടെ ആഡ് ചെയ്യണം.
അത് വരട്ടെ എന്താവുന്നുള്ളത്. ആൻഡ് ജോവോ പെഡ്രോ, ബോയ് വാട്ട് 2 ഗോൾസ്, അടിപൊളി തകർപ്പൻ പെർഫോമൻസ്. നോണി മാഡുവൊക്കെ ഡീസന്റ് ആയിരുന്നു, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാന്റോസ് കുറച്ചു നേരം വന്നു, ലുക്ക് ഓക്കെ. ഡ്രൂസ്ബറി, സാന്റോസിന്റെ ഒരു നല്ലൊരു ഇന്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. ഡ്രൂസ്ബറി ഹോൾ ലുക്ഡ് കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രം. ബട്ട് ഓവറോൾ സ്റ്റാർ ഓഫ് ദ മാച്ച് ജോവോ പെഡ്രോ, നോ ഡൗട്ട്. അവന്റെ ഒരു ഡിഫൻസീവ് ക്ലിയറൻസും ഉണ്ടായിരുന്നു ജോവോ പെഡ്രോന്റെ. ഞാൻ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഒരു പ്രൊഫഷണൽ ഗെയിം മാനേജ്മെന്റ്. ഈവൻ രണ്ടാം പകുതിയിലും അടുത്തെത്തിയപ്പോഴത്തേക്കും അവരങ്ങനെ കാര്യമായിട്ട് ത്രെറ്റ് ഉണ്ടാക്കുന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല. We were really good. We looked solid. Really happy with the performance. നല്ല ഗെയിം മാനേജ്മെന്റ്. ആൻഡ് ഫൈനൽസ്, റയൽ ഓർ PSG, ഐ എം ഹാപ്പി ബ്രോ. കാരണം ഫൈനൽസ് വരെ എത്തുന്ന പോലും പ്രതീക്ഷയില്ല, പക്ഷേ ഫൈനൽസ് വരെ എത്തി. ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ഗുഡ് റിസൾട്ട്. ഇനി ഫൈനൽസും കൂടെ നേടിക്കഴിഞ്ഞാൽ നത്തിങ് ടു സ്പീക്ക് അബൌട്ട്. നമുക്ക് ബ്രാഗിംഗ് റൈറ്റ്സ് കിട്ടും, നമ്മൾ ഒച്ചയും ബഹളം കൊടുക്കും. PSG ഓർ റയൽ മാഡ്രിഡ്, PSG കിട്ടിയാലും ഹാപ്പി, റയൽ മാഡ്രിഡ് കിട്ടിയാലും ഹാപ്പി. കാരണം എന്തായാലും ഫൈനൽസ് നമ്മൾ നേടിയേ പറ്റും. 2 റിയലി ഗുഡ് ടീംസ്. PSG പിന്നെയും കുറേയും കൂടെ സീസൺഡ് ആണ് അണ്ടർ എൻറിക്കെ. റയൽ മാഡ്രിഡ് ഷാബി അലോൺസോന്റെ കീഴിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ സ്വാഭാവികമായിട്ടും ഒരു ടീം എന്ന രീതിയിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. ലെറ്റ്സ് സീ, വി ഡോണ്ട് നോ, ബട്ട് വി ആർ റെഡി. അടുത്ത സൺഡേ രാത്രി 8 മണിക്ക് UK ടൈം, അല്ലെങ്കിൽ മൺഡേ മോർണിംഗ് വെളുപ്പിനെ 12:30 ഇന്ത്യ ടൈമിൽ ഫൈനൽസ് കാണാൻ ഞങ്ങൾ റെഡി. വാച്ച് അലോങ് ഉണ്ടായിരുന്നു ഇന്ന് ഫുട്ബോൾ പിവറ്റ് ആയിട്ട്. ഇറ്റ് വാസ് എൻ എക്സെപ്ഷണൽ വാച്ച് അലോങ്. ഒരു പക്ഷേ സൺഡേയും ഞാൻ അതേ വാച്ച് അലോങ് വെക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു. ഹോപ്പ്ഫുള്ളി തിങ്സ് go really well for Chelsea. But damn, good performance, good win, Club World Cup final. Keep the blue flag flying high. Signing of SK. Do let me know, guys, your thoughts in the comment section. From Chelsea Karan, take care and bye bye.